നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റായി അനിൽ പുളിക്കൻ തിരഞ്ഞെടുക്കപ്പെട്ടു. KSU ജില്ലാ നേതാവ് ശോഭ സുബിന്റെ വീടിന് നേരെ ആക്രമണം. വിവിധ സംഘടനകൾ പ്രതിഷേധിച്ചു. കഴിമ്പ്രത്ത് കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന വൃദ്ധൻ മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസ് ഐയിലെ അനിൽ പുളിക്കൻ തിരഞ്ഞെടുക്കപ്പെട്ടു. CPM സ്ഥാനാർത്ഥി C ശങ്കരനാരായണനെ 4-നെതിരെ 10 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 14 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ കോൺഗ്രസിന് 8, CPM-ന് 4, സ്വതന്ത്രൻ 1, ലീഗ് 1 എന്നിങ്ങനെയാണ് കക്ഷിനില. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ TK പ്രസാദ് അനിൽ പുളിക്കലിന് വോട്ട് ചെയ്യുകയായിരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VR വിജയനാണ് അനിലിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. MV വിമൽകുമാർ പിന്താങ്ങി. C ശങ്കരനാരായണനെ നിർദ്ദേശിച്ചത് MK മോഹനനായിരുന്നു. വലപ്പാട് സബ് രജിസ്ട്രാർ KK മേരിക്കുട്ടിയായിരുന്നു വരണാധികാരി. നാട്ടികയുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അനുമോദിക്കുന്നതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളും ജനപ്രതിനിധികളും നാട്ടികയിലെത്തി. ഇന്നുവരെ ജില്ലയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനും ലഭിച്ചിട്ടില്ലാത്ത ആവേശകരമായ സ്വീകരണമാണ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ അനിൽ പുളിക്കലിനെ തേടിയെത്തിയത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രശസ്തരും പ്രമുഖരുമടക്കം 100 കണക്കിന് പേരാണ് അനുമോദന ചടങ്ങിൽ പങ്കെടുത്തത്. നാട്ടികയുടെ MLA ആയിരുന്ന TN പ്രതാപൻ തുടങ്ങിവെച്ച ഒരുമ നാട്ടിക ബീച്ച് ഫെസ്റ്റിവൽ ഒരു വേള മുടങ്ങുമെന്നായപ്പോൾ സംഘാടക സമിതി വിളിച്ചു ചേർത്ത് ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ടാണ് അനിൽ പുളിക്കൻ തന്റെ കർമ്മശേഷി തെളിയിച്ചത്. 2 തവണ നാട്ടിക ബീച്ച് ഫെസ്റ്റിവൽ, 1 തവണ തൃപ്പയാർ ഫെസ്റ്റിവൽ എന്നിവ തുടങ്ങിയ നിരവധി ആഘോഷങ്ങൾ സംഘടിപ്പിച്ച നാട്ടികയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെടുത്ത യുവ നേതാവാണ് അനിൽ പുളിക്കൻ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന അനുമോദന യോഗം TN പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മിടുമിടുക്കനായ ചെറുപ്പക്കാരൻ ശ്രീ അനിൽ പുളിക്കലിനെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കാം. അതേപോലെ തന്നെ ഈ പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് ശ്രീ VR വിജയൻ ഉൾപ്പെടെ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ C ശങ്കരനാരായണൻ ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുഴുവൻ മെമ്പർമാരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവരെല്ലാവരുടെയും കൂടിയുള്ള ഒരുമിച്ച സഹകരണം കൊണ്ട് കഴിഞ്ഞ 2 വർഷത്തെ നല്ല ഭരണം ഉണ്ടായതുപോലെ അടുത്ത 3 വർഷം നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭരണ പ്രതിപക്ഷ തർക്കങ്ങളില്ലാതെ കേരളത്തിലെ ഏറ്റവും നല്ല ഗ്രാമപഞ്ചായത്തായി മാറുന്നതിന് വേണ്ടിയുള്ള എല്ലാവരുടെയും കൂട്ടായ്മ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻ പ്രസിഡന്റ് VR വിജയൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജുള അരുണൻ, CM നൌഷാദ്, സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ ബാലചന്ദ്രൻ വടക്കേടത്ത, DCC ജനറൽ സെക്രട്ടറി CI സെബാസ്റ്റ്യൻ, KPCC മെമ്പർ ശിവൻ കണ്ണോളി, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി CA മുഹമ്മദ് റഷീദ്, ജില്ലാ ബാങ്ക് മുൻ പ്രസിഡന്റ് TU ഉദയൻ, C ശങ്കരനാരായണൻ, AN സിദ്ധപ്രസാദ്, MK മോഹനൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ഫെയർ സ്റ്റേജിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ബസ് ചാർജ് വർധനവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട AIYF നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്പയാർ ബസ് സ്റ്റാൻഡിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് K മണി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഡീസൽ വില വർധനവിന്റെ അടിസ്ഥാനത്തിലാണ് ബസ് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള അവകാശവാദം. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നതാണ് ഡീസൽ വില വർധനവ്. എന്നാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ ബസ് ചാർജ് ഈടാക്കപ്പെടുന്ന സംസ്ഥാനം കേരള സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ ഇപ്പോഴും മിനിമം ചാർജ് നിരക്ക് 3 രൂപയാണ്.
മണ്ഡലം പ്രസിഡന്റ് TR സുനിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR കൃഷ്ണകുമാർ, VR ഷിനോയ്, പ്രദീപ് എന്നിവരും സംസാരിച്ചു. മാർച്ചിന് EV ദീപു, TM അജീവ്, സജന പർദീൻ, VV പ്രദീപ്, പ്രകാശ് പള്ളത്ത് എന്നിവരും നേതൃത്വം നൽകി. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ 20ാം വാർഷിക ദിനമായ ബുധനാഴ്ച CPIM ഏരിയ തലത്തിൽ മതേതര സംരക്ഷണ ദിനം ആചരിച്ചു. PM അഹമ്മദ്, MC ശശിധരൻ, PC മനോജ്, BS ശക്തിധരൻ തുടങ്ങിയവരും സംസാരിച്ചു. ഇവിടെ RSSകാരൻ അല്ലെങ്കിൽ ഹൈന്ദവ വർഗീയവാദികൾ മാപ്പിള ലഹള എന്ന പേര് വിളിച്ചുകൊണ്ട് നടത്താൻ ശ്രമിച്ച കലാപം, ആ കലാപം ഇവിടുത്തെ മാപ്പിളമാരുടെ കലാപമല്ല, മലബാറിന്റെ കലാപമാണ് എന്ന് പറയാൻ തയ്യാറായി. അന്നത്തെ കോൺഗ്രസിലെ പുരോഗമന കാംക്ഷികളായി, മതനിരപേക്ഷ നേതാക്കളായി മുഹമ്മദ് അഹമ്മദ് സാഹിബും ഒക്കെ അത് ഉറക്കെ പറഞ്ഞവരാണ്. ഇത് മാപ്പിളമാരുടെ കലാപമല്ല, ഒരു വർഗീയ കലാപമല്ല, അത് മലബാറിന്റെ കലാപമാണ്, അവിടുത്തെ കർഷക തൊഴിലാളിയുടെ കലാപമാണ്. അവന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമ്പന്നരായ കർഷകർക്കെതിരെ കർഷക തൊഴിലാളിയുടെ കലാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃപ്രയാർ യൂണിറ്റ് തൃപ്രയാർ ഏകാദശി കാഴ്ചകൾ എന്ന പേരിൽ ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ തൃപ്രയാർ ഏകാദശിയിലെ 9, 10, 11 തീയതിയിലെ കാഴ്ചകളാണ് ഫോട്ടോഗ്രാഫി മത്സരത്തിൻ്റെ വിഷയമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 9, 10, 11 തീയതികളിലുള്ള കാഴ്ചകൾ, ഏകാദശി കാഴ്ചകൾ ഈ വർഷത്തെ തൃപ്രയാർ ഏകാദശി കാഴ്ചയാണ് ഫോട്ടോഗ്രാഫി മത്സരത്തിന് വിഷയമായിട്ട്. 18, 12 സൈസിലുള്ള ചിത്രങ്ങളാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. 18, 12 ഇഞ്ച് വലിപ്പത്തിലുള്ള ചിത്രങ്ങൾ. അത് ജനകീയ ഫോട്ടോഗ്രാഫി മത്സരമാണ്. പ്രൊഫഷണൽസിനെയും അതുപോലെ പൊതുജനങ്ങൾക്കും കൂടി പങ്കെടുക്കാവുന്ന രൂപത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ള. ഡിസംബർ 20-ാം തീയതിയാണ് അതിൻ്റെ എൻട്രികൾ അവസാനമായി ലഭിക്കേണ്ട തീയതി. കൂടാതെ ഇതിന് ആദ്യത്തെ സമ്മാനമായിട്ട് 7,001 രൂപയാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. പ്രശസ്തി പത്രവും ഫലകവും. സെക്കൻഡ് പ്രൈസ് 5,001, തേർഡ് പ്രൈസ് 2,001, 3 പ്രോത്സാഹന സമ്മാനങ്ങൾ. 100 രൂപയാണ് പ്രവേശന ഫീസ്. ഈ വർഷത്തെ തൃപ്രയാർ ഏകാദശിക്ക് എടുത്തതായിരിക്കണം ചിത്രങ്ങൾ. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവരുടെ ചിത്രങ്ങൾ ഫോട്ടോഗ്രാഫർ സ്റ്റുഡിയോ തൃപ്രയാർ PO നാട്ടിക എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. ഭാരവാഹികളായ CM സക്കീർ, TA ഷാജഹാൻ, CM കനകൻ, KN ലിഷോയ്, ജിതേഷ് എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. മുസ്ലിം യൂത്ത് ലീഗ് കയ്പമംഗലം മണ്ഡലം സമ്മേളനത്തിന് മുന്നോടിയായി 3 പീടിക ലീഗ് ഹൗസിൽ പ്രതിനിധി സംഗമം നടത്തി. യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗഫൂർ കടങ്ങോട് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഉമ്മർ ചക്കനാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. KK അഫ്സൽ, KM നിഷാദ്, KK സക്കരിയ, PM നൌഷാദ്, KP അഷ്റഫ്, ഷംസുദ്ദീൻ വാത്തിയടത്ത്, TA ഫഹദ്, AA ഹുസൈൻ എന്നിവരും സംസാരിച്ചു. വരാൻ പോകുന്ന ഒരു സമ്മേളനത്തിൻ്റെ ഇത്രയും ദിവസം പ്രവർത്തകർ പല ഭാഗങ്ങളിലായി ശക്തമായി പ്രവർത്തിക്കുകയും ഒരു സമ്മേളനം വിജയിപ്പിക്കാൻ എന്തൊക്കെ ആവശ്യമാണ്. ഞാൻ ആദ്യമേ പറയട്ടെ, എൻ്റെ ഈ നിയോജക മണ്ഡലത്തിലെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, പ്രശംസിക്കുകയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. കാരണം ഏകദേശം ഒരു നവംബർ അവസാനത്തിൽ ഒരു സമ്മേളനം പ്രഖ്യാപിച്ചിട്ട് ഒരു പൊതുജനങ്ങളുടെ ഇടയിൽ ഇത്ര ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമ്മേളനം ജനാധിപത്യ മുന്നേറ്റത്തിന്റെ 6ാം പതിറ്റാണ്ട് യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുമ്പോൾ വേറെ ഒരു യുവജന സംഘടനക്കും കഴിയാത്ത തരത്തിൽ കേഡറൽ സംവിധാനത്തോടുകൂടി ശക്തമായി നിയോജക മണ്ഡലത്തിൽ അതിൻ്റെ പബ്ലിസിറ്റി, പ്രചരണം ശക്തമായി കൊണ്ടുവന്നു. പൊതുജനങ്ങൾ ഒരു വലിയ സമ്മേളനം നടക്കാൻ പോകുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പൊതുസമ്മേളനം നടക്കും. ന്യൂനപക്ഷക്ഷേമ നഗരവികസന വകുപ്പ് മന്ത്രി മഞ്ചളാംകുഴി അലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ KM നിഷാദ് അധ്യക്ഷനാകും. KSU ജില്ലാ നേതാവ് ശോഭ സുബിന്റെ വീടിന് നേരെ ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകളും വാതിലുകളും തകർന്നു. വീട്ടുകാർ ഉണർന്ന ലേറ്റിട്ടപ്പോഴേക്കും 2 ബൈക്കുകളിലെത്തിയ ആക്രമികൾ രക്ഷപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ബൈക്കിലാണ് ആക്രമണം വന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം ആക്രമണത്തിന് ശേഷം ബൈക്ക് എടുത്ത് പോകുന്ന സൗണ്ട് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിഞ്ഞു. കൈമ്പ്രം ബീച്ച് ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ CPM-കാരും DFI-കാരുമായിട്ട് ഉണ്ടാകുന്ന ഇഷ്യൂവിൻ്റെ അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ ബാക്കിയാണ് ഇതെന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ 2 പേർക്കെതിരെ, ഇവിടുത്തെ CPM-കാരായിട്ട് 2 പേർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്.
ആ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിരന്തരമായിട്ട് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. എന്നെ ഫോണിൽ വിളിച്ചിട്ടും റോട്ടിൽ തടഞ്ഞു നിർത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പത്രമാണ് DYFIക്കാരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ CPMകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആക്രമണത്തിൽ KSU ജില്ലാ കമ്മിറ്റി, മഹിളാ അസോസിയേഷൻ, വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി എന്നിവ ശക്തമായി പ്രതിഷേധിച്ചു. ജവഹർ ബാലവേദി മണ്ഡലം പ്രസിഡന്റ് ആന്റോ തറയിൽ സംഭവത്തിൽ പ്രതിഷേധിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് KSUവിന്റെ നേതൃത്വത്തിൽ കഴിമ്പുറത്ത് പ്രതിഷേധ പ്രകടനവും ഉണ്ടായിരുന്നു. തൃപ്പയാർ ഏകാദശിയുടെ ഭാഗമായുള്ള 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. രാവിലെ നടന്ന ചടങ്ങിൽ ക്ഷേത്ര മേൽശാന്തി കാവനാട് രവി നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ക്ഷേത്രത്തിലെ പക്കവാദ്യക്കാർ അവതരിപ്പിച്ച മംഗളവാദ്യത്തോടെ സംഗീതോത്സവത്തിന് തുടക്കമായി. ആദ്യ ദിവസമായ വ്യാഴാഴ്ച 160ഓളം സംഗീത വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. അടുത്ത 2 ദിവസങ്ങളിലായി 400ഓളം പേർ സംഗീതോത്സവത്തിൽ പങ്കെടുക്കും. ദശമി ദിനമായ ഞായറാഴ്ച രാവിലെ 9:30 നടക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തിന് മുമ്പ് വരെ സംഗീതോത്സവം നടക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.